കൊടുക്കണം വിചാരിച്ചതൊന്നും അതുപോലെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് തൻ്റെ അഭിനയ അനുഭവങ്ങളെക്കുറിച്ചിട്ട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ബീനാർ ചന്ദ്രനാണ്. അവർ അധ്യാപികയാണ്, നാടകപ്രവർത്തകയാണ്, കൂടാതെ ഇപ്പോഴത്തെ പാഠപുസ്തക കമ്മിറ്റിയിൽ ഉള്ള ആളും കൂടിയാണ്. ബീനയ്ക്ക് സ്വാഗതം. താങ്ക് യു. ബീനയുടെ ഒരു അഭിമുഖം എന്നുള്ള നിലയ്ക്ക് സംസാരിക്കാൻ അല്ല എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ 19 കൊല്ലക്കാലം, ഒരുപക്ഷെ കൗമാരകാലം മുതൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് ഒരുപാട് നാടകങ്ങൾ ചെയ്ത ആളാണ്. നാടകങ്ങൾ മാത്രമല്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ ഒന്നിച്ച് ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ ഇൻഫോർമലായിട്ട്, വളരെ അനൗദ്യോഗികമായിട്ട് ഒരു എന്താ പറയുക, പരസ്പരമുള്ള ഒരു കൊണ്ടും കൊടുക്കലായിട്ടുള്ള ഒരു സംഭാഷണമാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണല്ലോ അല്ലേ? നമ്മൾ തന്നെയാണല്ലോ രണ്ടാളും ഒരുപോലെ ഒന്ന് എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. ബീനയുടെ ഈ പട്ടാമ്പി കോളേജിൽ ഒരു 16-17 വയസ്സ് മുതൽ നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. അന്നത്തെ എനിക്ക് തോന്നുന്നു കേരള സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസ് തിയേറ്ററുകളിൽ ഒന്നായിരുന്നു. അതിൽ ബീന വളരെ സജീവമായിരുന്നു. അതിനു മുമ്പേ ബീന പറഞ്ഞറിവ് മാത്രമുള്ള കുട്ടിക്കാലത്തെ നാടകാനുഭവങ്ങൾ വളരെ എനിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പാണി മാഷ, ഗംഗാരം മാഷ തുടങ്ങിയിട്ടുള്ള ആളുകളായിട്ടുള്ള സമ്പർക്കം, അവരുടെ നാടകങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊന്ന് വിശദമായിട്ട് പറയൂ. ചെറുപ്പം മുതലേ എനിക്ക് നാടകങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിനയിക്കുക, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇൻ്റർവെൽ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാരെ കൂട്ടിയിട്ട്, അത് വലിയൊരു ത്രില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങളുടെ വീട്ടിലെ കുറേ കുട്ടികളുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. അപ്പോൾ കുറേ കുട്ടികളുണ്ട്, 10-12 കുട്ടികൾ. അടുത്ത വീട്ടിലെ കുട്ടികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പലതരം കളികൾ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഇലക്ഷനാണെങ്കിൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവും ഞങ്ങൾ നാടകം കളിക്കുക. പൂരമായിരുന്നെങ്കിൽ പൂരത്തിനോട് ബന്ധപ്പെട്ട്, അപ്പോൾ തറ, പൂതൻ, ഇതൊക്കെ അങ്ങനെ ആ കളികളിലൊക്കെ എന്താണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളെ ഒരു കളിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് പിന്നീടാണ് മനസ്സിലാവണം ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ഈ കളികളിലൊക്കെ ഈ തിയേറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ പാണിമാഷ അടുത്തെത്തിയപ്പോഴാണ്, ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയാണ് നാടകം കളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വേണം, കൃത്യമായി ഒരു സ്ക്രിപ്റ്റ് വേണം, ഈ നാടകത്തിനൊരു ചിട്ടയുണ്ട്, അതൊക്കെ മനസ്സിലായത് ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ്. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇപ്പോൾ പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, അന്ന് ഹൈസ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാണിമാഷ അവിടുത്തെ HM ആയിരുന്നു. പട്ടാമ്പി കോളേജിലേക്ക് വന്നപ്പോഴാണ് മാഷയുടെ അനിയൻ തന്നെയാണ് ഗംഗാധര സാറ്. അപ്പോൾ ആ ഒരു അടുപ്പം, ഗീത ടീച്ചർ, അവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം. അപ്പോൾ ഒരു വലിയ പേടി ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിലേക്ക് പോകുമ്പോഴാവും കൂടുതൽ പേടി ഉണ്ടാവും. പക്ഷേ നമ്മുടെ ക്യാമ്പസ് തിയേറ്ററിലേക്ക് വരുമ്പോഴാണ് ഞാനായിട്ട് മാറുന്നതൊക്കെ. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ശരിക്കും നാടകത്തിൻ്റെ ഒരു സ്കൂളിംഗ് കിട്ടിയത് പട്ടാമ്പി കോളേജിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഈ പാണിമാഷ കാര്യം പറഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളോട് ഒരുപാട് പ്രാവശ്യം പാണിമാഷയെ കുറിച്ച് പറയുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാണിമാഷക്കുള്ളൊരു ആദരാഞ്ജലിയാണ്. എല്ലാ പ്രാവശ്യവും മാഷ് അന്തരിച്ചു. കുട്ടികളുടെ നാടകവേദിയിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു സമർപ്പണം പോലെയാണ് പലപ്പോഴും ബീനയുടെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ തോന്നാറില്ല. മാഷ അപ്പമരമാണ് ബീന കളിച്ച നാടകം. അപ്പമരം എൻ്റെ അനിയത്തിയായിരുന്നു. അധ്യാപിക ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് നാടകം വേണം. അപ്പം ഞാനെന്താ ചോദിച്ചാൽ, മാഷയുടെ അപ്പമരം നാടകമുണ്ട്, അത് ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരത് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ നാടകത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന് എന്നെ ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ പാണിമാഷയുടെ ഭാര്യയാണ് ഒരു പ്രാവശ്യം പെരുമുടി ഒരു സ്കൂളിൽ ടീച്ചർ, അവിടെ ഹയർ സെക്കൻഡറിയിൽ അധ്യാപികയായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നെ അവിടെ ഒരു വർക്ക്ഷോപ്പിന് വിളിക്കുക, നാടക വർക്ക്ഷോപ്പിന് വിളിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ശ്രീജയുടെ എന്താണ് പറയുക, ആ നാടകത്തിൻ്റെ ഓരോരോ കാലത്തിൽ എന്ന് പറഞ്ഞാൽ ആ നാടകത്തിൻ്റെ ബുക്ക് എനിക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പോൾ ആ പുസ്തകം കിട്ടിയപ്പോൾ ആ ശ്രീജയുടെ ബുക്ക്, അപ്പോൾ അതിൽ ഫോൺ നമ്പറും ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കുറേ കാലമായിട്ട് വിട്ട് നിൽക്കണം. അന്നാ നമ്മുടെ പട്ടാമ്പി കോളേജിൽ നിന്ന് വിട്ടതിന് ശേഷം ശ്രീജയെ കാണില്ല, ഒരു വിവരവും ഇല്ല. ഞാൻ എൻ്റെ വഴി, ശ്രീജയുടെ വഴി. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ഒരാളെ തേടി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓർമ്മ ഉണ്ടോ? ആനന്ദിന്റെ നോവലൈറ്റിനെ ബേസ് ചെയ്ത്. അതെ 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 അതെ, നഗരവധൂല്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷം തന്നെയായിരുന്നു ആ നാടകത്തിൽ. ഞാൻ ആ ഒരു ക്യാരക്ടർ ശ്രീജയുടെ അമ്രപാലിയുടെ അമ്മയായിട്ട് ചെയ്തത്.
അപ്പോൾ അത് ഇപ്പോഴും കേളിയിൽ വന്ന ആ ഒരു ചിത്രം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ സ്വയം ഒന്ന് ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മറച്ചു നോക്കും. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ അമേച്ചർ സംഘത്തിൽ വരുന്നത്. അതെ അതെ. ഇനിയൊരു കുറച്ചുകൂടി രസമുള്ള ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമോ അല്ലെങ്കിൽ ഭയങ്കര രസകരമായി തോന്നിയിട്ടുള്ള വീണയുടെ ഒരു ഇത് ഞാൻ അതൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. കാരണം വീണ പൊതുവെ എന്ന് വെച്ചാൽ എനിക്ക് വെളിച്ചപ്പാട് അല്ലെങ്കിൽ ആണ്ടി നായടി ഈ പിന്നെ അങ്ങനെ പൂരത്തിന് പിന്നാലെ പോണ ആൾക്കാർ, പൂതൻ, ഈ വള്ളുവനാട്ടിൽ മാത്രമുള്ള ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അത് വളരെ നല്ല അപാരമായിട്ടുള്ള സാധ്യതകളുള്ള അപാരമായിട്ടുള്ള സൗന്ദര്യമുള്ള ഫോക്ക് ആർട്ട് ഫോംസ് ആണ് ഈ പൂതൻ, നായിടി, ആണ്ടി, തറ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ. വീണ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ വേഷം ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ ഇങ്ങനെ ചിലപ്പോൾ നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ഇടയിലൊക്കെ കിടന്ന് തുള്ളലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ വീണ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് പിന്നെ ഇതിൻ്റെ പിന്നാലെ പോലും ഇങ്ങനത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും കൂടി ഒന്ന് അത് തിയേറ്ററായിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ബീനനെ ഏറ്റവും കൂടി അടുപ്പിച്ച ഒരു കാര്യം കൂടി അതാണ്. അതിലൊക്കെ പാണി മാഷൊക്കെ ഒരു ഇതുണ്ട്. കാരണം പൂതപ്പാട്ട് വന്ന് മാഷ് പാഠം പഠിപ്പിക്കുന്നേക്കാൾ അതിലപ്പുറത്തേക്കുള്ള കഥകൾ പറഞ്ഞു തരിക ചെയ്യുക, കവിതകൾ. അപ്പോൾ പൂതപ്പാട്ട് അങ്ങനെ പറയുന്ന സമയത്ത് ആ പൂതത്തിൻ്റെ രൂപം, അപ്പോൾ അങ്ങനെയാണ് പൂതം, അയ്യോ കുട്ടിയുടെ പേര്, ഉണ്ണിയുടെ വീട്ടുപേര് ചോദിക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അന്നത് കടിച്ചതാണ് ആ പൂതത്തിന്റെ നാവ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ പൂതനും തറയൊക്കെ മനസ്സിൽ. അപ്പോൾ അതിലൊക്കെ ഭയങ്കര കളർഫുൾ. മാഷയുടെ ക്ലാസ്സും ഒരു കളർഫുൾ ആയിട്ടാണ് എനിക്കിപ്പോൾ എപ്പോഴും ഒരു നാടോടി കഥകൾ, നാടൻ അങ്ങനെ ഒരു ആ ഒരു ഫോക്കിൻ്റെ ഒരു ടച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്ന മാഷ ക്ലാസ്സുകളാണ് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്കിങ്ങനെ ഈ പൂരം, ഇത്തരം അങ്ങനെ തറ, പൂതൻ, വെളിച്ചപ്പാട്, ഇതിലൊക്കെ ഈ കളറുകൾ, ഈ ഒരു ചടുലായ താളങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ അത് തിയേറ്ററിക്കലായതുകൊണ്ടും തിയേറ്ററിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിരിക്കാം അത്. അപ്പോൾ അതേപോലെ തന്നെ തറയായാലും. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു ഒരു പൂരത്തിനോ അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് എന്തെങ്കിലും ഒന്ന് കെട്ടാൻ പറ്റിയെങ്കിൽ എന്ന്. അതെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസീസ് പെരിങ്ങോടിൻ്റെ നമ്മുടെ കുരുത്താലി എന്നുള്ള നാടകം കളിക്കുന്നതും അതിൽ ഒരു വെളിച്ചപ്പാട്, നമ്മൾ രണ്ടുപേരും കൂടെ വെളിച്ചപ്പാടായിട്ട് വന്നിരുന്നത്. അപ്പം എനിക്ക് ആഗ്രഹിച്ചൊരു വേഷം കിട്ടി. എന്തായാലും പൂരത്തിന് കളിച്ചില്ലെങ്കിലും ഒരു നാടകത്തിലെങ്കിലും ഒരു വെളിച്ചപ്പാടാവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം. പിന്നെ വേറെ ഇതിനോട് ബന്ധപ്പെട്ട് വേറെ രസം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഒരു പഞ്ചവാദ്യത്തിൻ്റെ എന്തോ ഒരു കൊട്ടിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വേദിയിലൊരു കൊട്ടിൻ്റെ ഒരു പഞ്ചവാദ്യം അതോ എന്താ തായമ്പക എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് താളം അങ്ങോട്ട് കേട്ടാൽ എന്തോ അറിയാതെ ഒരു സാധനം ഇങ്ങനെ ഒരു ചുവട് വെക്കണം, തുള്ളണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെ ഇതിനനുസരിച്ച് ഇങ്ങനെ തുള്ളിയും കൊണ്ടിരിക്കുകയാണ്. അപ്പം അനിത പിന്നെ എൻ്റെ എല്ലാ നീക്കങ്ങളും, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണല്ലോ അനിതേനെ പറ്റി പറയേണ്ടതില്ലല്ലോ. അപ്പം അനിത ഇതിങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് രസത്തിൽ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അനിത ഇത് ആസ്വദിക്കുന്നുണ്ട് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാനും പോയിട്ട് അങ്ങോട്ട് ഒരു വെളിച്ചപ്പാടിൻ്റെ തുള്ളണ പോലെ കാലൊക്കെ ഇങ്ങനെ 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 താളം വെച്ചിട്ടാണ് കളിക്കണത്. അപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ഒരു കൊട്ട് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യണം. അപ്പോൾ അനിതയ്ക്ക് ഭയങ്കര. അപ്പോൾ ഞാൻ ഇതിലൂടെ നേരെ എടുത്ത് ചെന്നിട്ട് കൽപ്പന പറയലൊക്കെ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിനോടൊക്കെ അവൾ പറഞ്ഞു, പിന്നെ എന്താ ഈ ബീന ഒരു അടിപൊളി സംഭവം ഒരു പെർഫോമൻസ് കാണിച്ചു തരും കേട്ടോ, എന്ത് രസമായിട്ടാണ് രാവിലെ ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് കുറച്ച് ടീച്ചേഴ്സ് വീഡിയോ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ വെളിച്ചപ്പാട് അങ്ങോട്ട് ഇതായി. അപ്പം ഞാനിങ്ങനെ ഒരു മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് അരയിലൊരു ഇതൊക്കെ കയറൊക്കെ കെട്ടി ഒരു വടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊട്ട് അങ്ങനെ ആക്കി അതിങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നടക്കണതിൻ്റെ ഇടയിൽ ഒരു ടീച്ചറുടെ അടുത്തേക്ക് അങ്ങനെ ചെന്നപ്പോൾ ടീച്ചർ മൊബൈൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്കൊരു റിപ്പൽഷൻ വന്നു. വെളിച്ചപ്പാടിൻ്റെ അവിടേക്ക് ചെല്ലാൻ പറ്റിയില്ല. വേറൊരു ടീച്ചർ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്തോട്ട് ചെന്നിട്ട് കൽപ്പന പറയാൻ തുടങ്ങി, എന്താണ് എക്സ്ട്രാ വർക്കൊക്കെ പോവാറില്ലേ, ലാസ്റ്റ് പീരീഡൊക്കെ ക്ലാസ്സിൽ പോകാറുണ്ടോ, സ്കൂളിൻ്റെ അടുത്താലേ വീട്, കൃത്യസമയത്തിനൊക്കെ എത്തണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൽപ്പന പറയാൻ ഉറഞ്ഞതുള്ളത് തുടങ്ങി. അപ്പോൾ ടീച്ചറാണെങ്കിൽ ഭയങ്കര ഊവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ടീച്ചർ അഭിനയിക്കൊണ്ടായിരിക്കും എനിക്ക് ത്രില്ലായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് പേടിയാവാൻ തുടങ്ങി. ടീച്ചർ അനിതോട് മാത്രം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചോളൂ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ചിലപ്പോൾ നമുക്കിത് ഇറങ്ങണമെങ്കിൽ മുഖത്ത് വെള്ളം തളിക്കേണ്ടി വരും എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് അനിതയ്ക്കും ചിരി വരിക. അപ്പോൾ ആ വീഡിയോയിൽ ഫുള്ള് ഇവരുടെയൊക്കെ ചിരികളാണ്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ക്യാരക്ടറായി മാറിയിരിക്കുന്നു. പിന്നീട് ഇപ്പോഴും ആ വീഡിയോ കാണിച്ചു തന്നിട്ട് അപ്പം അങ്ങനത്തെ ചില രസങ്ങൾ. അല്ല, അത് പറഞ്ഞപ്പോൾ സാധാരണ ഈ ഒറയലുണ്ടല്ലോ, എനിക്ക് തോന്നാറ് നമ്മൾ കളിയേക്കാറുള്ളതാണ്. ബീനൊരു വേഷം, നാടകത്തിലൊരു വേഷമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരോട് മിണ്ടില്ല, പിന്നെ അതായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. അതിപ്പോഴും അതിൻ്റെ മുന്നേ ആ ക്യാരക്ടറിനെ ഒരു ആവാഹിക്കല്
അത് പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പക്ഷെ അത് പറഞ്ഞപ്പോൾ എനിക്ക് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബീന പറഞ്ഞല്ലോ ഇപ്പോൾ ഈ തടവ് സിനിമയിൽ കൂടെയാണല്ലോ ഇപ്പോൾ ഇത്രയും രീതിയിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടി എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അത് ഉർവശിയുടെ കൂടെയും കൂടിയാണ്, ഉർവശിക്ക് ഒന്നിച്ചാണല്ലോ അല്ലേ കിട്ടിയത്. അപ്പോൾ അതിൽ ബീനയും ബീനയുടെ ഫ്രണ്ട് അനിതയിൽ അഭിനയിച്ചിട്ടുണ്ട്, സുബ്രൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ബീന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മാസം എടുത്തു അഗീത എന്ന് പറയുന്ന ടീച്ചറുടെ ഒരു മാസം കൂടി അതെന്നെ അത് ഇതായിട്ട് കണക്ട് ചെയ്ത കാര്യമായതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് കടന്നു മാത്രമേ. അതെന്തോ അറിയില്ല, കുട്ടിക്കാലത്ത് മുതൽ എന്താണോ ഏറ്റെടുത്തിരിക്കുന്നത് അതിനോടൊരു 100% ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളത് ഒരു സ്വഭാവമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഇപ്പോൾ ശ്രീജ പറഞ്ഞ നാടകങ്ങളിലായാലും ഇപ്പം നിങ്ങളൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, ബീന പ്രോപ്പർട്ടിയൊക്കെ കറക്റ്റ് നാടകത്തിന് മുന്നേ കറക്റ്റ് വെച്ചിട്ടുണ്ട്, അതെവിടെയെങ്കിലും ഒന്ന് കാണാതെ ആകെ എല്ലാവരും ടെൻഷൻ എടുപ്പിക്കും, അതുപോലെ എൻ്റെ ഡ്രസ്സ് എല്ലാം കറക്റ്റാവും. അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഒരു അറിയില്ല, അത് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടും ആവും മറ്റുള്ളവർക്ക്, എനിക്കും ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഭയങ്കര ചിട്ട, അതൊക്കെ അമ്മയുടെ അച്ഛൻ്റെ ഒരു പഠിപ്പിക്കലാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ചിട്ടയിൽ വെച്ചിട്ടും കൃത്യസമയത്തിന് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതികളാണല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ തടവിൽ ഗീതയുടെ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായി. കാരണം ഈ ഫാസിൽ റസാക്ക് ആദ്യമായിട്ട് സിനിമ ചെയ്യണു, അവനാണെങ്കിൽ ഈ സിനിമ എന്നുള്ള പാഷൻ മാത്രം, വേറെ ഒന്നി കൂട്ടി ചിന്തിക്കുന്നില്ല, സിനിമ അതിൽ ഉയരണം. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അനിതയും പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം, എത്രയോ കാലമായി നീ ഒരുപാട് നാടകങ്ങൾ ചെയ്യണു, ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യണു, പക്ഷേ നിൻ്റെ ഉള്ളിലുള്ള എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതുവരെ ഒന്നും ചെയ്തതിന് സാധിച്ചിട്ടില്ല. ഇതാണ് നിനക്ക് കിട്ടിയൊരു വലിയൊരു അംഗീകാരം കിട്ടാൻ വേണ്ടി പോകുന്നു, വെറുതെ ആയിട്ട് പറഞ്ഞതാണ്. ഇതാണ് എല്ലാം നിൻ്റെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കഥാപാത്രം എന്ന് പറഞ്ഞു അനിത. അപ്പോൾ അതും എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഊർജ്ജം തന്നെ. പിന്നെ ഫാസിൽ റസാക്കും അതെ, ടീച്ചർക്ക് പറ്റും, ടീച്ചറെ കണ്ടിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് നടക്കം പറഞ്ഞപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയും നെഞ്ചോട് ചേർത്തു എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ അതിലേക്ക് ആ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴും പല സിനിമകളിൽ ഈ ഇത്തരം ക്യാരക്ടർ ഏതെങ്കിലും സിനിമയിലുണ്ടോ, അപ്പോൾ എന്തായാലും ആ ഒരു ക്യാരക്ടർ ഒരു ടിപ്പിക്കൽ അവരുടെ ഒരു കോപ്പിയടി ആവരുത്. അപ്പോൾ അതിനെ വേറിട്ട് എങ്ങനെ അടക്കി ഉള്ളിലൊതുക്കി, ഉള്ളിലൊരു തരം ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീ എങ്ങനെ അടക്കി ചെയ്യും എന്നതിൻ്റെ ഒരു ചിന്ത അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഒരു നേച്ചറിൽ കുറച്ചൊക്കെ ഉണ്ട് തോന്നുന്നു. ഞാൻ മൂഡ് ഔട്ടായ പിന്നെ ഞാൻ മൂഡ് ഔട്ടാണ്, അത് ഉള്ളിലിങ്ങനെ മുഖത്ത് എക്സ്പ്രസീവ് ആയിരിക്കുമെങ്കിലും ഉള്ളിൽ കുറേ ഒരു അഗ്നിപർവ്വതം അങ്ങനെ പുകയുന്ന പോലുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി അതിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ ശ്രീജ പറഞ്ഞ പോലെയുള്ള ഒരു ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അത് വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് തന്നെയായിരിക്കും. പിന്നെ ഫാസിലിൻ്റെ സിനിമ എപ്പോഴും ഡയറക്ടറുടെ എന്ന് കൂടി പറയുമല്ലോ. അവിടെ അതിലെ ഓരോ കഥാപാത്രങ്ങളെയും ഫാസിൽ റസാക്ക് ട്രീറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് വളരെ നമുക്ക് അത്ഭുതം തോന്നും. കാരണം നമുക്ക് നാടകം പോലെ തന്നെ കുറച്ചു കാലം റിഹേഴ്സൽ തന്നിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിനെ കൂടുതൽ ഉള്ളിലേക്ക് എടുക്കാൻ, എങ്ങനെ ഇതിനെ വിജയിപ്പിക്കണം എന്നുള്ള ചിന്തകൾ ഇങ്ങനെ ഓരോ കഥാപാത്രത്തിനും കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ ക്യാമറയുടെ മുന്നിൽ ഒരിക്കലും നിൽക്കാത്ത ഇഷ്ടംപോലെ ആളുകളാണ്. ഞാനും സുബ്രനും ഒഴികെ ബാക്കി ആർക്കും ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് പരിചയമൊന്നുമില്ല. ഇത്രയും കാലത്ത് നാടകത്തിൻ്റെ അനുഭവം അതിനെ നന്നായി സഹായിച്ചു. പിന്നെ നാടകം ശരിക്കും പറഞ്ഞാൽ അത് ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെങ്കിൽ, ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ നിൽക്കാൻ നമ്മളെ കോൺഫിഡൻസ് എന്ന നാടകം തന്നെയാണ്. അതെനിക്ക് അത് വളരെ അഭിമാനത്തോട് കൂടിയിട്ടും വളരെ കോൺഫിഡൻസിൽ പറയാൻ പറ്റും. പിന്നെ ഇത് ഈ കഥാപാത്രം ഒരുപാട് കാലം ഹോണ്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ ഈ ദിവസങ്ങളെ അല്ലെങ്കിൽ പിന്നെ പഠിപ്പിക്കാൻ പോകണം, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണല്ലോ, അതിനെ വല്ലാതെ ബാധിച്ചിരുന്നു? തീർച്ചയായിട്ടും. അതെന്താ വെച്ചാൽ ഒരു മാസം വൈകുന്നേരങ്ങളിൽ എന്നും റിഹേഴ്സൽ. അപ്പോൾ ഈ കഥാപാത്രം ഉള്ളിലേക്ക് ഇങ്ങനെ അറിയാതെ കയറാൻ തുടങ്ങി. ഭയങ്കര ഇമോഷണൽ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥാപാത്രം. അപ്പോൾ അതിങ്ങനെ അപ്പം തന്നെ പിന്നെ ഷോർട്ടിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ഇതാണ് ഇവിടെ ഇമോഷനാണ് പിടിക്കേണ്ടത്. കംപ്ലീറ്റ് ഒരു മാസത്തോളം ഈ ഷൂട്ടിൽ ഈ കുട്ടികളുടെ ഇടയിലാണ് ഞാൻ ഈ ഇമോഷൻ ഇങ്ങനെ കീപ്പ് ചെയ്തും കൊണ്ട് പോകണം. അതിൽ വളരെ ദുർലഭമാണ് ഈ സ്ത്രീ ചിരിക്കുന്നുള്ളൂ, സന്തോഷിക്കുന്നുള്ളൂ, 1-2 ഘട്ടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂഡ് പിടിച്ച് ഞാനിങ്ങനെ അതിലേക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ സുബ്രനും അനിതയും പറയും, ഞങ്ങളെപ്പോഴും 3 പേരും ജീവിതത്തിലും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം തന്നെയാണ് ഫാസിലിനെ ഇതിലേക്ക് ഈ സിനിമയിലേക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ
അതുവരെ ഉണ്ടായിരുന്ന ബീന ഈ കഥാപാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ ഇവർ പറയും ഇതെന്ത് ചിരിക്കാണ്ട്, നമ്മൾ തമാശ പറയുമ്പോൾ ഒന്നും ചിരിക്കണില്ല, അത് ഗീതയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തമാശയായിരുന്നെങ്കിലും പിന്നീട് ഇത് കഴിഞ്ഞിട്ടും ഷൂട്ട് കഴിഞ്ഞിട്ടും ഞാൻ എന്തോ ആയി മാറുന്നുണ്ട് എന്ന് ഇവർ പറയും. പക്ഷേ ഇവർ പറയുമ്പോഴും ഞാൻ മാറി എന്ന് പറയുമ്പോൾ എനിക്കത് തീരെ അംഗീകരിക്കാനും പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡും വിജയേട്ടനും പറയുന്നുണ്ട്. എന്നെ ഏറ്റവും അടുത്തറിയുന്നവരൊക്കെ എന്തോ മാറ്റമുണ്ട് എന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും എന്തൊക്കെ ചെയ്താലും എന്തോ ഒന്ന് എന്നെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ ഈ ഹരിയേട്ടൻ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. മറ്റേ ഞങ്ങളുടെ ഇതിൽ സൗണ്ട് ചെയ്തിരുന്ന ആൾ ഹരിയേട്ടൻ അവസാനം ഫാസിൽ റസാഖിനോട് പറഞ്ഞു അത്രേ, ടീച്ചർക്ക് ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും ഇത്ര സിനിമ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ബീനയ്ക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും എന്ന് ഫാസലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് അനിത തന്നെ, പിന്നെ എൻ്റെ വീട്ടിലത്തെ ഒരു സാഹചര്യവും, അതുപോലെ ഞാൻ ടീച്ചറാണല്ലോ, എൻ്റെ കുട്ടികളൊക്കെ തന്നെയാണ് എന്നെ ഒരു കൗൺസിലിംഗ് തന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ നാടകങ്ങളും നമ്മുടെ ഏകപാത്ര നാടകം പിന്നെ കളിക്കേണ്ടി വന്നു എനിക്ക്. പിന്നെ അത് കുറച്ച് ഒരു ഗ്യാപ്പ് കഴിഞ്ഞൊരു കുറച്ച് മാർച്ചിലൊക്കെ ആയിട്ട് പിന്നെ സിനിമ കഴിഞ്ഞ് അടുത്തൊരു മാർച്ചിലാണ് നമ്മൾ നാടകം ഒക്കെ അങ്ങനെയൊക്കെ അതിലേക്കൊക്കെ ഇങ്ങനെ ചിന്തകൾ വന്നപ്പോൾ കുറേയൊക്കെ നമ്മുടെ നാടകങ്ങളൊക്കെയാണ് അതിനെ സഹായിച്ചെന്ന് തോന്നുന്നു. ഈ ഇപ്പോൾ നാടകത്തിൻ്റെയും സിനിമയിലും ഒരേപോലെ നിൽക്കുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ അഭിനയത്തിൻ്റെ സാധ്യതകളും വ്യത്യാസങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായാലും. ഒന്നാമത് രണ്ടിൽ നിൽക്കുന്നു, രണ്ടിലും ഒരേ സമയത്ത് ചെയ്യുന്നു. ഇപ്പോൾ അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, എനിക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയും, അവാർഡ് പ്രഖ്യാപിച്ച ദിവസം ബീന അരങ്ങിലായിരുന്നു. ആ ദിവസം അവാർഡ് പ്രഖ്യാപിച്ച 12 മണിക്കാണ്. 2 മണിക്ക് ഈ ഒറ്റയാവൽമരം എന്ന് പറയുന്ന ഏകപാത്ര നാടകം ചെയ്യാൻ വേണ്ടി ബീന പഠിച്ച സ്കൂളിൽ തന്നെ കയറുന്നു എന്നുള്ളത് അത് വലിയ സന്തോഷമായിരുന്നു. സ്കൂളിൽ ഞാൻ പഠിച്ച ഹൈസ്കൂള് പഠിച്ച എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ചലച്ചിത്ര രംഗത്ത് ഒരു നടനോ നടിക്കോ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. കാരണം അരങ്ങിൽ നിന്നിട്ട് ആദ്യത്തെ ആഘോഷം അന്ന്. പക്ഷെ നാടകത്തിലന്ന് ചാനലുകാരും എല്ലാവരും വന്ന് ക്യാമറയുടെ ഇതായിരുന്നു. ഒന്ന് രക്ഷപ്പെട്ട് ഞാൻ ആ സ്റ്റേജിലേക്ക് എത്താൻ കുറേ പേര് എല്ലാവരും പറയുന്നുണ്ട്, സ്കൂളുകാരും പറയുന്നുണ്ട്, വീട്ടുകാരും പറയുന്നുണ്ട് ഇന്നിപ്പം തൽക്കാലം നാടകം ചെയ്യണ്ടാന്ന്. പക്ഷേ എനിക്ക് നാടകം പിന്നെ ശ്രീജ എന്നെ വിളിച്ചിട്ട് നീ ഒരിക്കലും അത് ഞാൻ നാടകം ചെയ്തേ പറ്റൂ, ഇത് ഞാൻ ആഘോഷിക്കുന്നത് നാടകം കളിച്ചിട്ടാണ്. എൻ്റെ പാണി മാഷ് ഉണ്ടായിരുന്ന സ്കൂൾ, അവിടെ മാഷയുടെ ഒരു എനർജി അവിടെ ഒരുപാട് എനിക്ക് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാഷയുടെ അടുത്ത് പോയി മാഷക്ക് വേണ്ടി സമർപ്പിച്ച പോലെ, എൻ്റെ അവാർഡിൻ്റെ ആഘോഷം അവിടെ മാഷയുടെ അടുത്ത് പോയി സമർപ്പിച്ച പോലെയാണ് ഞാൻ ആ നാടകം കളിച്ചത്. ഇപ്പോൾ നമുക്ക് അനുവദിച്ച സമയം കുറച്ച് അധികമായി തോന്നുന്നു. അതുകൊണ്ട് നമുക്കിത് തുടരാം, അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും തുടരാം. ഇപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് നിർത്താം. നമസ്കാരം.